Transfer function. Transfer function means the ratio of Laplace transform of output to the Laplace transform of input at zero initial condition. അതായത് Laplace of output by Laplace of input at zero initial condition ആണ് നമ്മുടെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ. നമുക്ക് ഔട്ട്പുട്ടിൻ്റെ ലാപ്ലേസ് ബൈ ഇൻപുട്ടിൻ്റെ ലാപ്ലേസ് അറ്റ് സീറോ ഇനിഷ്യൽ കണ്ടീഷൻ. അത് നമ്മൾ ലാപ്ലേസിൻ്റെ ഇക്വേഷൻ്റെ അകത്ത് ഇതുപോലത്തെ എക്സ്പ്രഷൻസ് ഉണ്ടായത് ഇനിഷ്യൽ കണ്ടീഷൻസ് വന്നു. അപ്പം നമ്മൾ കൺട്രോൾ സിസ്റ്റം എടുക്കാമെന്ന് ശരിക്കുള്ള എക്സ്പ്രഷൻ ഇങ്ങനെയാണ് വരുന്നത്. എക്സ് എസ് ഓ പ്ലസ് മൈനസ് എഫ് ഓഫ് സീറോ വരും. പക്ഷേ ഇനിഷ്യൽ കണ്ടീഷൻ കംപ്ലീറ്റ് റിമൂവ് ചെയ്യാൻ നേരത്ത് ആകെ ഫസ്റ്റ് ഡെറിവേറ്റീവ് എസ് എഫ് ഓഫ് എസ്, സെക്കൻഡ് ഡെറിവേറ്റീവ് എസ് സ്ക്വയർ ആൻഡ് തേർഡ് ഡെറിവേറ്റീവ് എസ് ക്യൂബ് എഫ് ഓഫ് എസ് അങ്ങനെ വരത്തുള്ളൂ. സോ അപ്പോൾ ഇനിഷ്യൽ കണ്ടീഷനൊക്കെ റിമൂവ് ചെയ്താണ് ലാപ്ലേസ് ട്രാൻസ്ഫർ നമ്മൾ ചെയ്യുന്നത്. ലാപ്ലേസ് ഓഫ് ഔട്ട്പുട്ട് ബൈ ലാപ്ലേസ് ഓഫ് ഇൻപുട്ട്. സോ അപ്പോൾ അതാണ് നമ്മുടെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഡെഫിനിഷൻ. ഓൾസോ ഇനി ഫൈൻഡ് ദ ഇൻവേഴ്സ് ലാപ്ലേസ് ഓഫ് ദ ഫോളോയിങ്. ഒരു ട്രാൻസ്ഫർ ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. കാരണം എസ് പ്ലസ് ടു ബൈ എസ് പ്ലസ് ത്രീ ഇൻറ്റു എസ് പ്ലസ് ഫോർ. നമ്മൾ ഇത്രയും നേരം പഠിച്ച ടിന്ന് എസിലോട്ട് കൺവേർട്ട് ചെയ്യാനാണ് അല്ലേ. ലാപ്ലേസ് ട്രാൻസ്ഫോം ചെയ്യുക എന്ന് പറഞ്ഞാൽ ടിന്ന് എസിലോട്ട് പോവുക. ഇൻവേഴ്സ് ലാപ്ലേസിന് എസ് ഇന്ന് ടിയിലോട്ട് പോകണം. അപ്പോൾ ഇതിപ്പോൾ എസ്സിൽ കിടക്കുന്നതാണ്. ഇത് നമുക്ക് ടിയിലോട്ട് കൺവേർട്ട് ചെയ്യാം. തിരിച്ചാണ് എടുക്കാൻ. അതായത് ലാപ്ലേസ് ഓഫ് ടി എന്ന് പറഞ്ഞാൽ വൺ ബൈ എസ് സ്ക്വയർ ആണ്. ലാപ്ലേസ് ഇൻവേഴ്സ് ഓഫ് വൺ ബൈ എസ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ടി ആവും അല്ലേ. അതാണ് എൻ്റെ വ്യത്യാസം. ലാപ്ലേസ് ഓഫ് ഇ റേസ് ടു എ ടി വൺ ബൈ എസ് മൈനസ് എ ആണ്. ലാപ്ലേസ് ഇൻവേഴ്സ് ഓഫ് ഇതെന്ന് പറഞ്ഞാൽ ഇ റേസ് ടു എ ടി. തിരിച്ചു പോകണം, അത്രേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനൊരു സംഭവം തന്നാൽ അതിൻ്റെ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ലാപ്ലേസ് ഇൻവേഴ്സ്. ഇത്രയും വലിയൊരു സാധനത്തിൽ ലാപ്ലേസ് ഇൻവേഴ്സ് എന്തായാലും പഠിച്ചിട്ടില്ല. അതുകൊണ്ട് നമ്മൾ പാർഷ്യൽ ഫ്രാക്ഷൻ എക്സ്പാൻഷൻ വഴി അതിനെ സ്പ്ലിറ്റ് ചെയ്യും. പാർഷ്യൽ ഫ്രാക്ഷൻ എക്സ്പാൻഷൻ വഴി സ്പ്ലിറ്റ് ചെയ്യാൻ നേരത്തെ മെയിൻ റൂൾ എന്ന് പറയുന്നത് ന്യൂമറേറ്ററിൻ്റെ ഡിഗ്രി എപ്പോഴും ഡിനോമിനേറ്ററിൻ്റെ ഡിഗ്രിയെക്കാട്ടിലും കുറവായിരിക്കണം. ഇവിടുത്തെ ന്യൂമറേറ്റർ ഡിഗ്രി 1ഉം ഡിനോമിനേറ്റർ ഡിഗ്രി മാക്സിമം 2ഉം വരും. എന്തായാലും കുറവാണ്. അപ്പോൾ ധൈര്യമായിട്ട് നിങ്ങൾക്ക് സ്പ്ലിറ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഇപ്പം ഇവിടെ ഡിഗ്രി കൂടുതലാണെങ്കിൽ നമുക്കത് ചെയ്യാൻ പറ്റത്തില്ല. സ്പ്ലിറ്റ് ചെയ്യാൻ മാക്സിമം നമ്മൾ നോക്കാൻ മുകളിലത്തെ ഡിഗ്രി കുറവായിരിക്കണം. മിക്കവാറും അങ്ങനെ തന്നെ വരത്തുകൊണ്ട് കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യണത് എ ബൈ എസ് പ്ലസ്. ഇത് ഇങ്ങനത്തെ ഒരു എക്സ്പ്രഷൻ എ ബൈ എസ് പ്ലസ് 3 പ്ലസ് ബി ബൈ എസ് പ്ലസ്. കാരണം നമുക്കിത് ഫുള്ളായിട്ടുള്ള ലാപ്ലേസ് അറിയാത്തതുകൊണ്ടാണ് നമ്മളിങ്ങനെ സ്പ്ലിറ്റ് ചെയ്യേണ്ടി വന്നത്. ഓക്കെ, അപ്പോൾ ഇതിനെ നമ്മളിങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതി. അപ്പോൾ നമുക്ക് എയും ബിയും ഓരോ വാല്യൂസ് ഓരോ കോൺസ്റ്റൻസ് കിട്ടും. നമ്മളത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് വരുമ്പോൾ ഇതുപോലെ കിട്ടും. അപ്പോൾ ഇതിങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാൻ നേരത്ത് എ ഇൻറ്റു എസ് പ്ലസ് ഫോർ പ്ലസ് ബി ഇൻറ്റു എസ് പ്ലസ് ഫോർ എ ഇൻറ്റു എസ് പ്ലസ് ഫോർ പ്ലസ് ബി ഇൻറ്റു എസ് പ്ലസ് ഫോർ ഡിവൈഡഡ് ബൈ എസ് പ്ലസ് ത്രീ ഇൻറ്റു എസ് പ്ലസ് ഫോർ കാണുമല്ലോ. അതുപോലെ ഈ സൈഡിലും ഉണ്ടല്ലേ. ഇത് രണ്ടും ക്യാൻസൽ ആവും. അപ്പോൾ അത് നമ്മൾ ചിന്തിച്ച് ചെയ്താൽ മതി. അപ്പം നമ്മൾ സാധാരണ എഴുതണം എസ് പ്ലസ് ടു ഈക്വൽ എ ഇൻറ്റു ഇത് പ്ലസ് ഇത് ബി ഇൻറ്റു ഈ സംഭവം. ഇത്ര എഴുതിയാൽ മതി. താഴത്തെ ഡിനോമിനേറ്റർ ആ ടേം നമ്മൾ അങ്ങ് മനസ്സിൽ ക്യാൻസൽ ചെയ്യുക. വീണ്ടും എടുത്ത് എഴുതേണ്ട ആവശ്യം, ഇങ്ങനെ ക്യാൻസൽ ചെയ്ത കാര്യം വീണ്ടും എഴുതേണ്ട. നമ്മൾ മനസ്സിലങ്ങ് കാൽക്കുലേറ്റ് ചെയ്യാം. ഇപ്പോൾ ഇത് നമ്മൾ ചെയ്യണം എങ്ങനെയെന്ന് പറഞ്ഞാൽ നമ്മൾ കോയിഫിഷ്യൻ ഇക്വേറ്റ് ചെയ്താണ് എയുടെയും ബിയുടെയും വാല്യൂ കണ്ടുപിടിക്കുന്നത്. ആദ്യം നമുക്ക് എസിൻ്റെ കോയിഫിഷ്യൻ ഇക്വേറ്റ് ചെയ്യാം. എസിൻ്റെ കോയിഫിഷ്യൻ ഇവിടെ 1 ആണ്. ഇവിടെ എസിൻ്റെ കോയിഫിഷ്യൻ എ എസ് ഉണ്ട്. അപ്പോൾ എ ആണ് കോയിഫിഷ്യൻറ്റ്. ഇവിടെ ബി എസ് ഉള്ളതുകൊണ്ട് ബി ആണ്. അപ്പോൾ എ പ്ലസ് ബി ഈക്വൽ ടു 1. രണ്ടാമത് നമുക്ക് കോൺസ്റ്റൻ്റെ കോയിഫിഷ്യൻ ഇക്വേറ്റ് ചെയ്യേണ്ട. കോൺസ്റ്റൻറ്റ് 2 ആണ്. ഈക്വൽ ടു 4a ഉണ്ട്, 3b ഉണ്ട്. ഓക്കെ, അങ്ങനെ ഇത് രണ്ടും കാൽക്കുലേറ്റർ ഇട്ട് കൊടുക്കാൻ നേരത്തെ നമുക്ക് എയും ബിയും കിട്ടും. നമ്മൾ കാൽക്കുലേറ്ററിൻ്റെ അകത്ത് മോഡ് പ്രസ് ചെയ്യുമ്പം ഒരു ഓപ്ഷൻ വരും. അതാണ് നമ്മളെ ഇക്വേഷനിലെ നമ്പർ ഓഫ് അൺനോൺ സോൾവ് ചെയ്യണത്. ഇക്വേഷൻ അത് 1 ആണ് കിടക്കുന്നത്, അത് കൊടുക്കുക. പിന്നെ ഇത് ഇത്ര അൺനോൺ ആണ്, 2 അൺനോൺ ഉള്ളൂ. എയും ബിയും നമുക്കറിയില്ല. അപ്പോൾ 2 അൺനോൺ ആണ്. അപ്പോൾ 2 കൊടുക്കുക. 2 ഇതാ കിടക്കുന്നു. പിന്നെ അത് ഞാൻ കോയിഫിഷ്യൻ ഇട്ട് കൊടുക്കുക. ആദ്യത്തെ 1 എയും ബിയുടെ 1 1 1 1 ഈക്വൽ ടു 1 ഈക്വൽ ടു 1. അടുത്തത് വന്ന് A2 വന്നു. അപ്പോൾ അടുത്ത സെക്ഷൻ എന്ന് പറഞ്ഞാൽ 4 3 2 4 ഈക്വൽ ടു 3 ഈക്വൽ ടു 2. അപ്പോൾ നമുക്ക് ഓരോ വാല്യൂസ് കിട്ടും. എക്സ് അത് -1 എന്നും കിട്ടി, 2 എന്നും കിട്ടി. അങ്ങനെ A -1 എന്നും B 2 എന്നും കിട്ടി. ഇത് നമ്മൾ സാധാരണ രീതിയിൽ എഴുതും അല്ലേ. ഇവിടെ എയുടെ സ്ഥാനത്ത് -1ഉം ബിയുടെ സ്ഥാനത്ത് 2. അപ്പോൾ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതി തന്നെ നമുക്ക് അതിന് ലാപ്ലേസ് അറിയാത്തതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ എഴുതി. ഇനി ലാപ്ലേസ് ഇൻവേഴ്സ് ഉണ്ടെങ്കിൽ വലിയ പാടില്ല. നമുക്ക് ഇതിൻ്റെയൊക്കെ ലാപ്ലേസ് സെപ്പറേറ്റ് അറിയാം. ലാപ്ലേസ് ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ നേരത്ത് 1/s + a, അതായത് e raised to -at ആണ് 1/s + a. അപ്പം 1/s + a എന്ന് പറഞ്ഞാൽ e raised to -at അല്ലേ. അപ്പോൾ ഇവിടെ 1/s + 3 ഉണ്ടല്ലേ. ഓക്കെ, അപ്പം e raised to -3t വരും. പിന്നെ ഒരു മൈനസ് ഉണ്ട്, അതിവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2 × 2/s + 4 1/s + 4 ഇതുപോലത്തെ ഫോം തന്നെയാണ്. 2 കോൺസ്റ്റൻ്റ് ആണ് അവിടെ കിടന്നോട്ടെ. 1/s + 4 ഉണ്ട്, അതായത് e raised to -4t.
അങ്ങനെ കിട്ടി. പിന്നെ നമുക്ക് പല രീതിയിൽ കൺവേർട്ട് ചെയ്യാം. ഇപ്പോൾ ഇങ്ങനത്തെ ഒരു ടേം വരുവാണ്, ഇവിടെ എസ് സ്ക്വയർ, നമ്മൾ സാധാരണ എസ് മാത്രം വരുന്നതാണെങ്കിൽ, ഈ എസ് മാത്രം വരുന്നതാണെങ്കിൽ നമുക്ക് അതുപോലെ അങ്ങ് എ ബൈ ബി ഇടാം. ഇവിടെ എസ് സ്ക്വയർ വന്നാൽ നമ്മൾ സാധാരണ എ എസ് പ്ലസ് ബി എന്ന് ഇടാറുണ്ട്. എ എസ് പ്ലസ് ബി ബൈ എസ് സ്ക്വയർ പ്ലസ് 16 പ്ലസ് സി എക്സ് പ്ലസ് ഡി. ഇവിടെ എസ് സ്ക്വയർ പറഞ്ഞുകൊണ്ടാണ് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്തത്, ഇവിടെ എസ് സ്ക്വയർ വരാനായിട്ട്. അതുപോലെ വേറൊരു ഫോം ഇങ്ങനത്തെ ഫോമാണ്, പല രീതിയിൽ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ ഇങ്ങനെ വന്നുകൊണ്ട് നമുക്ക് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്താൽ, കാരണം എസിൻ്റെ പവറൊക്കെ ഒന്നാണ്. ഇവിടെ അങ്ങനെയല്ല, ഇവിടെ സ്ക്വയർ വന്നുകൊണ്ട് നമുക്ക് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം. ഇവിടെ ഒരു സ്ക്വയർ ഉള്ളതുകൊണ്ട് എ എസ് പ്ലസ് ബി ആയി, അതെനിക്ക് ഇവിടെ ഒരു സ്ക്വയർ ഉള്ളതുകൊണ്ട് സി എസ് പ്ലസ് ഡി ആയി. പിന്നെ ഇവിടെ ഇതുപോലെ ഹോൾ സ്ക്വയർ എന്ന് വരും. ഇപ്പോൾ എസ് പ്ലസ് 2 ബൈ എസ് പ്ലസ് 3 ദ ഹോൾ സ്ക്വയർ ഇൻറ്റു എസ് പ്ലസ് 4. അത് വരാൻ നമ്മൾ ഇങ്ങനെയാണ് സ്പ്ലിറ്റ് ചെയ്യുക. എ ബൈ എസ് പ്ലസ് 3 പ്ലസ് ബി ബൈ എസ് പ്ലസ് 3 ഹോൾ സ്ക്വയർ പ്ലസ് സി ബൈ എസ് പ്ലസ് 4. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ക്യൂബാണ് ഇവിടെ വന്നിരുന്നെങ്കിൽ അത് എത്രയാണ്? ക്യൂബിൻ്റെ ഒരെണ്ണം വേണം, സ്ക്വയറിൻ്റെ ഒരെണ്ണം വേണം, എസ് പ്ലസ് 3യുടെ ഒരെണ്ണം വേണം, പിന്നെ ടി ബൈ എസ് പ്ലസ് 4 മാത്രം വരും. അങ്ങനെയാണ് സ്പ്ലിറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് ശ്രദ്ധിക്കണം. 2ൻ്റെ വരാൻ നേരത്ത് അതും പിന്നെ ആ 2ൻ്റെ അത് വരും. പിന്നെ ക്യൂബ് വരാൻ നേരത്ത് ക്യൂബ് സ്ക്വയർ ആ സംഭവം എത്ര മാക്സിമം പോകുന്നു അത് വരും. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യാറുള്ളത്. അപ്പോൾ സ്പ്ലിറ്റ് ചെയ്യേണ്ടത് എങ്ങനെയെന്ന് മാത്രമാണ് മെയിനായിട്ട്. ഇവിടെ സ്ക്വയർ വരാൻ നേരത്തെ ഇതൊന്നും വേണ്ട, ജനറലായിട്ട് അറിയേണ്ട കാര്യങ്ങൾ മാത്രം ഞാൻ പറഞ്ഞു തന്നേ. സ്പ്ലിറ്റ് ചെയ്യേണ്ട രീതി ഇങ്ങനെയാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്തുകൊണ്ട് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യാനായിട്ട്. ഇതുപോലെയാണ് നമ്മൾ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ലാപ്ലേസ് ഇൻവേഴ്സ് കണ്ടുപിടിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇൻഡക്ടറിൻ്റെയും കപ്പാസിറ്ററിൻ്റെയും റെസിസ്റ്ററിൻ്റെ കേസ് എടുക്കാൻ നേരത്ത് ഇൻഡക്ടറിൻ്റെ ഇക്വേഷൻ, വോൾട്ടേജ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എൽ ഇൻറ്റു ടി ഐ ബൈ ടി ടി ആണ്. നമ്മളതിനെ ലാപ്ലേസിലോട്ട് കൺവേർട്ട് ചെയ്യാൻ നേരത്ത് വി എൽ എന്ന് വി എൽ ഓഫ് എസ് ആവും. ലാപ്ലേസ് എപ്പോഴും അങ്ങനെയാണ് വരുന്നത്, ഓഫ് എസ് എന്നെഴുതും. എൽ ഒരു കോൺസ്റ്റൻ്റ് ആണ്, അത് അതിനൊക്കെ എഴുതും. ലാപ്ലേസ് വേരിയബിളിന് മാത്രമേ ഓഫ് എസ് ഇട്ട് കൊടുക്കത്തുള്ളൂ. ഡി ഐ ബൈ ഡി ടി നമുക്കറിയാം, ലാപ്ലേസ് ഓഫ് ഡി എഫ് ഓഫ് ടി ബൈ ഡി ടി എസ് ഇൻറ്റു എഫ് ഓഫ് എസ് നമുക്കറിയാം. അതിന് വരെ ഇവിടെ ഐ വന്നതേ ഉള്ളൂ. ഇപ്പം ഐ ഓഫ് ടി ആണെങ്കിൽ ഇത് ഐ എന്ന് പറഞ്ഞാൽ ഐ ഓഫ് ടി എന്ന് അർത്ഥം. എന്നാൽ അങ്ങനെ വരും, മറ്റവിടെ എഫ് ഓഫ് ടി വന്നപ്പം എസ് എഫ് ഓഫ് എസ് ആയി, ഇവിടെ ഐ വന്നപ്പം എസ് ഐ ഓഫ് എസ് എന്നായി, എസ് ഐ ഓഫ് എസ്. ഓക്കെ, അങ്ങനെ വന്നു. അത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുന്നത് കുഞ്ഞ് ഐ ആയാലും ഇത് ക്യാപിറ്റൽ ഐ തന്നെ ഇടണം. അതുപോലെ കപ്പാസിറ്റർ എങ്ങനെയായിട്ട് പറയാം? അപ്പം കപ്പാസിറ്റർ വി സി ഈസ് 1 ബൈ സി ഇൻറ്റഗ്രൽ ഐ ഡി ടി. ഇത് ലാപ്ലേസ് കണ്ടുകൊണ്ട് വി സി ഓഫ് എസ് ഇസ് 1 ബൈ സി ഇൻറ്റഗ്രൽ ഐ ഡി ടിയുടെ ലാപ്ലേസ്. നമുക്കറിയാം ഇൻറ്റഗ്രൽ എഫ് ഓഫ് ടി ഡി ടിയുടെ ലാപ്ലേസ് എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് എസ് ബൈ എസ് ആണ്. ലാപ്ലേസ് ഇൻറ്റഗ്രൽ എഫ് ഓഫ് ടി ആകുമ്പം എഫ് ഓഫ് എസ് ബൈ എസ്. ഈ ഡെറിവേറ്റീവ് ആണ് എസ് ഇൻറ്റു എഫ് ഓഫ് എസ്. ഇൻറ്റഗ്രൽ വരുമ്പോൾ എഫ് ഓഫ് എസ് ബൈ എസ് ആണ്. ഇവിടെ ഇൻറ്റഗ്രലിൻ്റെ അവിടെ എഫ് ഓഫ് ടിയുടെ സ്ഥാനത്ത് കിടക്കണം ഐ ആണ്, അല്ലെങ്കിൽ ഐ ഓഫ് ടി നമുക്ക് പറയാം. അപ്പം 1 ബൈ സി ഓൾറെഡി ഉണ്ട്, അതിൻ്റെ കൂടെ ഇൻറ്റു ഐ ഓഫ് എസ് ബൈ എസ് എന്നും കൂടെ വരും. ഇതിൻ്റെ ലാപ്ലേസ് ഇൻവേഴ്സ് ഐ ഓഫ് എസ് ബൈ എസ്. നമ്മളെപ്പോഴും കുഞ്ഞ് ഐ ആയാലും ക്യാപിറ്റൽ ഐ ഓഫ് എസ് തന്നെ റെപ്രസെൻറ്റ് ചെയ്യണം. 1 ബൈ സി എസ് ഐ ഓഫ് എസ് എന്ന് വരും. ഇതുപോലെ 1 ബൈ സി എസ് ഐ ഓഫ് എസ്. അത് റെസിസ്റ്ററിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ വി റെസിസ്റ്റർ ഈസ് ഈക്വൽ ടു ഐ ഇൻറ്റു ആർ. അത് നമുക്ക് ലാപ്ലേസ് കൺവേർട്ട് ചെയ്യുമ്പോഴത്തേക്കും വി ആർ ഓഫ് എസ് ഇസ് ഈക്വൽ ടു ഐ ഓഫ് എസ് ഇൻറ്റു ആർ. കോൺസ്റ്റൻ്റ് ആണ് ആറും എല്ലും ഒക്കെ, സോ അത് അതിനൊക്കെ തന്നെ എഴുതും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കാൻ നേരത്ത് ഐ ഓഫ് എസിൻ്റെ കോഎഫിഷ്യൻറ്റ് ഇവിടുത്തെ വോൾട്ടേജ് വരുമ്പോൾ എൽ എസ് ആണ്. ഇവിടെ ഐ ഓഫ് എസിൻ്റെ കോഎഫിഷ്യൻറ്റ് 1 ബൈ സി എസ് ആണ് കപ്പാസിറ്ററിൻ്റെ കേസ്. അതിനൊക്കെ ഇവിടെ ആറിൻ്റെ കോഎഫിഷ്യൻറ്റ് ആറാണ്. അപ്പോൾ നമ്മളൊരു സർക്യൂട്ട് ഇതുപോലത്തെ ഒരു ടൈം ഡൊമൈനിൽ കിടക്കുന്ന സർക്യൂട്ട് ലാപ്ലേസിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പം വി ഓഫ് ടി എന്തായിട്ട് മാറും? വി ഓഫ് എസ് ആവും. ഇവിടെ ആറാണ്, ആറായിട്ട് തന്നെ കിടക്കുമല്ലേ, ആറായിട്ട് തന്നെ കിടക്കുന്നത്. ഐ ഓഫ് എസിൻ്റെ കോഎഫിഷ്യൻറ്റ് എൽ എന്തായിട്ട് മാറും? എൽ എസ് ആയിട്ട് മാറും. സി 1 ബൈ സി എസ് ആവും. ഐ ഓഫ് ടി എന്നുള്ളത് ഐ ഓഫ് എസ് ആവും. നോക്കിയാൽ മതി, എൽ എസ് ആവണം നോക്കിയാൽ മതി. കണ്ടാ, ഐ ഓഫ് എസിൻ്റെ കോഎഫിഷ്യൻറ്റ് എൽ എസ് ആണ്, അതുകൊണ്ടാണ് എൽ എസ് എന്നിട്ടത്. അതുപോലെ തന്നെ സി ഓഫ് എസ് സിയുടെ കപ്പാസിറ്ററിൻ്റെ കോഎഫിഷ്യൻറ്റ് 1 ബൈ സി എസ് ആണ്. സോ അതാണ് ഇവിടെ 1 ബൈ സി എസ് എന്നിട്ടത്. അതങ്ങനെ ഇടാനും കാരണമുണ്ട്. നമ്മളിപ്പം മെഷ് ഇക്വേഷൻ എഴുതാൻ നേരത്ത് നമ്മൾ വോൾട്ടേജ് ഡ്രോപ്പ് അല്ലെ, കെ വി എൽ എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് സം ഓഫ് ദ വോൾട്ടേജ് അക്രോസ് ഈച്ച് എലമെൻറ്റിൻ്റെ ക്ലോസ് സർക്യൂട്ട് ഈസ് ഈക്വൽ ടു 0. ഇവിടുത്തെ വോൾട്ടേജ് ഇവിടുത്തെ വോൾട്ടേജ് ഇവിടുത്തെ വോൾട്ടേജ് ഇവിടുത്തെ വോൾട്ടേജ് ഈക്വൽ ടു 0. സോ അപ്പം വി ഓഫ് എസ് മൈനസ് ആർ ഐ ഓഫ് എസ് മൈനസ് എൽ എസ് ഐ ഓഫ് എസ് അങ്ങനെ വന്നാലേ കറക്റ്റ് ആവത്തുള്ളൂ. ഇവിടെ എൽ എസ് ഇടാൻ മെയിനായിട്ട് കാരണം ഐ ഇൻറ്റു ആർ റെസിസ്റ്റൻസ് അല്ലേ, ഇതല്ലേ നമ്മളെ വോൾട്ടേജിന് എൽ എസ് ഇൻറ്റു ഐ ഓഫ് എസ് എന്ന് വരണ്ടേ. അതുകൊണ്ട് എൽ എസ് വരാൻ വേണ്ടിയാണ് ഇവിടെ എൽ എസ് ആക്കിയത്. അപ്പോൾ ഇവിടെ എൽ എസ് ഐ ഓഫ് എസ് ആയി. ഇത് വോൾട്ടേജാണ്, ഇത് വോൾട്ടേജാണ്, ഇത് അത് കണക്ക് തന്നെ കപ്പാസിറ്ററിൻ്റെ കേസിലും ഇപ്പോൾ 1 ബൈ സി എസ് കപ്പാസിറ്റർ വന്നാൽ 1 ബൈ സി എസ് ആക്കി മാറണം. സി എസ് ഐ ഓഫ് എസ് ആണ്. അപ്പോൾ എന്നാലേ അത് വോൾട്ടേജ് ആവത്തുള്ളൂ. അപ്പോൾ ഇവിടെ കണ്ട, അപ്പോൾ ആറായിട്ട് മാറും ലാപ്ലേസിൽ കൺവേർട്ട് ചെയ്യുമ്പം എൽ എസ് ആവും. അതിനൊക്കെ സീസ് 1 ബൈ സി എസ് ആവും. എന്നിട്ട് നമ്മൾ ഇക്വേഷൻ എഴുതണം വി ഓഫ് എസ് മൈനസ് ആർ ഐ ഓഫ് എസ്. ഇവിടുത്തെ വോൾട്ടേജ് ഐ ഇൻറ്റു ആർ മൈനസ് എൽ എസ് ഐ ഓഫ്. അത് നമ്മളെ വോൾട്ടേജ് ഇക്വേഷനാണ്.
മൈനസ് 1/CS I of S ഈക്വൽ ടു 0. നമ്മളെപ്പോഴും മെഷ് ഇക്വേഷൻ എഴുതുന്നത് ഇങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ എഴുതി. അല്ലെങ്കിൽ നമുക്കിങ്ങനെ എഴുതാം. നമ്മളെ മെഷ് ഇക്വേഷൻ നമുക്കിങ്ങനെ എഴുതാം. V of S ഈക്വൽ ടു R I of S പ്ലസ് CS I of S LS I of S പ്ലസ് 1/CS. അതും കറക്റ്റാണ്. ഈ വോൾട്ടേജ് ഈക്വൽ ഇവിടുത്തെ വോൾട്ടേജ് പ്ലസ് ഇവിടുത്തെ വോൾട്ടേജ് അങ്ങനെ പഠിച്ചാൽ മതി. ഈ സം ഓഫ് വോൾട്ടേജസ് R LSൻ്റെ 1/CS ഇതിൻ്റെ വോൾട്ടേജ് പ്ലസ് ഇതിൻ്റെ വോൾട്ടേജ് പ്ലസ് ഇതിൻ്റെ വോൾട്ടേജ് ഈക്വൽ ടു ഇനിഷ്യൽ വോൾട്ടേജ്. അപ്പം ആ വോൾട്ടേജ് ഈക്വൽ ടു ഇത് R ഇൻറ്റു I of S പ്ലസ് LS I of S പ്ലസ് 1/CS I of S. ഇത് LS ആയിട്ട് മാറുന്നതുകൊണ്ടാണ്. എന്നാലും ഇത് വോൾട്ടേജ് ആവത്തുള്ളൂ. അതാണ് ഇങ്ങനെ ആയത്. ഇവിടെ വോൾട്ടേജ് ആവണമെങ്കിൽ LS I of S പറഞ്ഞെങ്കിൽ എന്തായാലും എല്ലിനെ LS ആക്കി തന്നെ മാറ്റണം. അതുപോലെ തന്നെ ഇവിടെ 1/CS I of S ആണ് ഇവിടെ കപ്പാസിറ്ററിൻ്റെ വോൾട്ടേജ്. അങ്ങനെ കൺവേർട്ട് ചെയ്യണമെങ്കിൽ തന്നെ ഇവിടെ 1/CS I of S ആക്കി മാറ്റണം. അതിന് നമ്മൾ എന്ത് ചെയ്യണം? കപ്പാസിറ്ററിന് C വന്ന 1/CS ആക്കണം. കുഞ്ഞ് I ആണെങ്കിൽ ഇവിടെ I of S ക്യാപിറ്റൽ ആയിരിക്കണം. കുഞ്ഞ് V ആണെങ്കിൽ ഇവിടെ ക്യാപിറ്റൽ V ആയിരിക്കണം. ആറും എല്ലും C വരുമ്പോൾ ആറും എല്ലും C ഒക്കെ കോൺസ്റ്റൻസ് ആണ്. ഇവിടെ R LS IC of S. പിന്നെ ഇവിടെ വേരിയബിൾ ഐയും വിയും ആയതുകൊണ്ടാണ് V of S എന്നും I of S എന്നും ഇതിൽ മാത്രം ഇട്ട് കൊടുക്കുന്നത്. ഓക്കെ.